നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികളുടെ പ്രധാന താവളമായ ഭൂഗർഭ ടണലുകളിലേക്ക് ഉപ്പുവെള്ളം പമ്പ് ചെയ്യണമോ അതോ വിഷപ്പുക കയറ്റണമോ എന്നതിൽ ഇസ്രായേൽ സൈന്യം ആലോചന തുടങ്ങി. കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറ്റിയാൽ അത് ഉറഞ്ഞ് ഹമാസുകളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന്, ആയുധങ്ങൾ നശിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ഒരു നിരീക്ഷണം. എന്നാൽ അതിമാരകമായ വിഷപ്പുക അടിച്ച് ഹമാസുകളെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ് സൈന്യത്തിലെ പ്രബല വിഭാഗത്തിന്റെയും അഭിപ്രായം. ടണലിനുള്ളിൽ ഹമാസുകൾ ഒളിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഇനിയും സാധിക്കാത്ത സാഹചര്യത്തിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ എന്നതിൽ ആശങ്ക ഉയരുകയാണ്. കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം ബോംബ് സ്ഫോടനത്തിൽ ടണലുകളുടെ 50-ലേറെ ഭാഗങ്ങൾ തകർത്ത സാഹചര്യത്തിൽ അതിലൂടെ വിഷപ്പുക പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അനേകായിരങ്ങൾ മരിക്കുമെന്നതാണ് വലിയ പരിമിതിയായിരിക്കുന്നത്. ഒരേ സമയം ഉപ്പുവെള്ളം നിറയ്ക്കുകയും പുറത്തേക്ക് ഇറങ്ങുന്ന ഹമാസുകളെ വകവരുത്തുകയും ചെയ്യുകയെന്ന യുദ്ധതന്ത്രമാണ് കൂടുതൽ ഉചിതമെന്ന് സൈന്യത്തിന്റെ ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നു. എന്നാൽ ടണലുകളുടെ വാതിലുകൾ ഏറെയും ആശുപത്രികളുടെയും മദ്രസകളുടെയും മോസ്കുകളുടെയും താഴത്തെ നിലകളുമായാണ് ഹമാസ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഇതിനുള്ളിലൂടെ തീവ്രവാദികൾ രക്ഷപ്പെടുമെന്നതാണ് പ്രധാന പരിമിതിയായിരിക്കുന്നത്. യുദ്ധം 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ 5000-ലേറെ ഹമാസുകൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ പാർക്കുന്നതായാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത്. കടൽ ജലം അടിച്ചുകയറ്റി ടണലുകൾ നശിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ ഉപദേശമാണ്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാർ ഈ ടണലുകളിൽ നിലവിലില്ലെന്നും അവരെ മറ്റേതോ കേന്ദ്രത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. ആ നിലയിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ പ്രയോഗിക്കുന്നതിൽ ഇനി താമസം വേണ്ടെന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വടക്കൻ ഗാസയിൽ ഷാത്വി അഭയാർത്ഥി ക്യാമ്പിന് സമീപം 5 കൂറ്റൻ പമ്പുകൾ ഇസ്രായേൽ സൈനികർ സ്ഥാപിച്ചിരുന്നു. ഒരേ സമയം 1000-കണക്കിന് ക്യൂബിക് മീറ്റർ ജലം പമ്പ് ചെയ്യാൻ ഇവയ്ക്കാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതേസമയം ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ മുതൽ ഇസ്രായേൽ നടത്തിവരുന്നത്. പുതുവത്സരത്തിന് മുൻപ് ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ഗാസ എന്നേക്കുമായി പിടിച്ചെടുക്കണമെന്ന ഇസ്രായേലിന് നിർബന്ധമുണ്ട്. ഹമാസിനെ തകർക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു. അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റാഫയിലെ ഇസ്രായേൽ തുടരെ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു. ഇന്നലെ മാത്രം 50-ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു. യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലെ മരണസംഖ്യ 20,000-ലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ പക്ഷത്ത് ഇതുവരെ 113 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. പലസ്തീനി അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി രൂക്ഷമാണെന്നും ആസന്ന ഭാവിയിൽ തന്നെ പട്ടിണി മരണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. 2-3 ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെയും. കുടിവെള്ളം ക്യാമ്പുകളിൽ ഒന്നും കിട്ടാനുമില്ല. ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളും എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ തടഞ്ഞ് ഭക്ഷണം തിന്നു തീർക്കുന്ന സാഹചര്യമാണുള്ളത്. ഗാസയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ റൊട്ടിക്കായി കേഴുന്ന കാഴ്ചയാണുള്ളത്. അവശ്യ സാധനങ്ങൾക്ക് സാധാരണയേക്കാൾ 50 മടങ്ങ് കൂടുതൽ പണം നൽകുന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്ന കഴുതകളെ പലസ്തീനുകൾ അറുത്ത് ഭക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നവർ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റാഫ പ്രദേശത്തെ പരിമിതമായ സൗകര്യങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഗാസ മുനമ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണങ്ങൾ കാരണം അവശ്യ വസ്തുക്കൾ എത്തിക്കാനാകുന്നില്ല. 10-ൽ 9 കുടുംബങ്ങൾക്കും ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. നിലവിൽ റാഫ അതിർത്തി വഴി മാത്രമാണ് ഗാസയിലേക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തുന്നത്. ഷെല്ലാക്രമണം ശക്തമായി തുടരുന്നതും ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ പോലും തങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കുന്നവരായി അഭയാർത്ഥി ജനത മാറിക്കഴിഞ്ഞു. ഇവിടെയുള്ള അഭയാർത്ഥികൾ രാവും പകലും പട്ടിണിയിലാണ്. ജീവൻ നിലനിർത്താൻ ആകെയുള്ളത് എവിടെ നിന്നെങ്കിലും എത്തിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മാത്രമാണ്.